കാനഡയിൽ PR നേടാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്കും നിലവിൽ PGWPയിൽ ജോലി ചെയ്യുന്നവർക്കും കേരളത്തിൽ നിന്ന് കാനഡയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന പ്രൊഫഷണലുകൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കാനഡയിലെ PR നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴികളിലൊന്നാണ് എക്സ്പ്രസ് എൻട്രി. എന്നാൽ എക്സ്പ്രസ് എൻട്രി എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരുപാട് സംശയങ്ങളാണ് ഉള്ളത്. ആർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക? ജോബ് ഓഫർ നിർബന്ധമാണോ? എത്ര CRS സ്കോർ വേണം? എത്ര പണം ചെലവാകും? എത്ര സമയത്തിനുള്ളിൽ PR ലഭിക്കും? എന്നിങ്ങനെയാണ് ആളുകൾ ചോദിക്കുന്നത്. നമുക്ക് ഓരോന്നും വിശദമായി നോക്കാം. ആദ്യം എന്താണ് എക്സ്പ്രസ് എൻട്രി എന്ന് വിശദമായി തന്നെ ഒന്ന് നോക്കാം. കാനഡയിലെ സ്കിൽഡ് ഇമിഗ്രൻസിനെ പെർമനന്റ് റെസിഡൻസിന് പരിഗണിക്കുന്നതിനുള്ള IRCCയുടെ ഒരു ഓൺലൈൻ സംവിധാനമാണ് എക്സ്പ്രസ് എൻട്രി. ഇതൊരു പ്രത്യേക വിസ അല്ല. ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാം, കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്, ഫെഡറൽ സ്കിൽഡ് ട്രേഡ് പ്രോഗ്രാം എന്നീ പ്രധാന എക്കണോമിക് ഇമിഗ്രേഷൻ പ്രോഗ്രാമിലേക്കുള്ള അപേക്ഷകൾ നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റമാണ് എക്സ്പ്രസ് എൻട്രി. നിങ്ങളുടെ പ്രായം, വിദ്യാഭ്യാസം, ജോലി പരിചയം, ഭാഷാ പരിജ്ഞാനം തുടങ്ങിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ CRS സ്കോർ കണക്കാക്കുന്നത്. പിന്നീട് IRCC നടത്തുന്ന ഡ്രോയിൽ ഉയർന്ന റാങ്കുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻവിറ്റേഷൻ ടു അപ്ലൈ ലഭിക്കും. അതിനുശേഷമാണ് PR അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ആർക്കാണ് എക്സ്പ്രസ് എൻട്രിക്ക് യോഗ്യത ലഭിക്കുക? ഇത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രോഗ്രാം അനുസരിച്ച് മാറും. ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാമിന് സാധാരണയായി സ്കിൽഡ് വർക്ക് എക്സ്പീരിയൻസും ലാംഗ്വേജ് ടെസ്റ്റും എഡ്യൂക്കേഷൻ തുടങ്ങിയ യോഗ്യതകൾ ആവശ്യമാണ്. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിന് കാനഡയിലെ ക്വാളിഫയിങ് സ്കിൽഡ് വർക്ക് എക്സ്പീരിയൻസ് പ്രധാനമാണ്. ഇനി ഫെഡറൽ സ്കിൽഡ് ട്രേഡ് പ്രോഗ്രാമിന് ചില പ്രത്യേക സ്കിൽ ട്രേഡ് ഒക്കുപേഷൻ ഉള്ള യോഗ്യതകളും തൊഴിൽ പരിചയവും ആവശ്യമാണ്. അതുകൊണ്ട് ഒരു വർഷത്തെ ജോലി പരിചയം ഉണ്ടെങ്കിൽ എല്ലാവർക്കും എക്സ്പ്രസ് എൻട്രിക്ക് അപേക്ഷിക്കാമെന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങളുടെ ഒക്കുപേഷൻ ഏത് NOC അല്ലെങ്കിൽ ടിയർ വിഭാഗത്തിലാണ് വരുന്നത്, ജോലി പരിചയം എങ്ങനെയാണ്, ലാംഗ്വേജ് സ്കോർ എത്രയാണ് തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകം പരിശോധിക്കണം. വിദേശ വിദ്യാഭ്യാസ യോഗ്യത ഉപയോഗിക്കുന്നവർക്ക് പല സാഹചര്യത്തിലും എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെന്റ് ആവശ്യമായി വരും. ഇംഗ്ലീഷിന് IELTS ജനറൽ ട്രെയിനിങ്, CELPIP ജനറൽ പോലെയുള്ള അംഗീകൃത പരീക്ഷകളും ഫ്രഞ്ചിന് അംഗീകൃത ഭാഷാ പരീക്ഷകളും ഉപയോഗിക്കാം. മൂന്നാമത്തെ പ്രധാന ചോദ്യം, എക്സ്പ്രസ് എൻട്രിക്ക് ജോബ് ഓഫർ നിർബന്ധമാണോ എന്നാണ്. എന്നാൽ ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പല എക്സ്പ്രസ് എൻട്രി പാത്വേയിലും വാലിഡ് കനേഡിയൻ ജോബ് ഓഫർ ഇല്ലാതെയും അപേക്ഷിക്കാം. അതുകൊണ്ട് PR കിട്ടാൻ ആദ്യം LMIA ജോബ് വാങ്ങണം എന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങളിൽ വീഴരുത്. പ്രത്യേകിച്ച് പണം കൊടുത്താൽ LMIAയും PR-ഉം ഉറപ്പാക്കാം എന്ന് പറയുന്ന ഏജന്റുമാരെ സൂക്ഷിക്കുക. ജോബ് ഓഫർ ഉണ്ടായാൽ ചില സാഹചര്യങ്ങളിൽ എലിജിബിലിറ്റിയിലും റാങ്കിങ്ങിലും പ്രയോജനം ലഭിക്കാം. എന്നാൽ 2025 മാർച്ച് 25 മുതൽ വാലിഡ് ജോബ് ഓഫറിന് CRSൽ ലഭിച്ചിരിക്കുന്ന 50 അല്ലെങ്കിൽ 200 പോയിന്റുകൾ ഇനി നൽകുന്നില്ല. അതുകൊണ്ട് പഴയ വിവരങ്ങൾ മാത്രം നോക്കി നിങ്ങളുടെ CRS സ്കോർ കണക്കാക്കരുത്. നാലാമത്തെ ചോദ്യം, എങ്ങനെയാണ് എക്സ്പ്രസ് എൻട്രിക്ക് അപേക്ഷിക്കുന്നത് എന്നാണ്. ആദ്യം IRCCയുടെ ഔദ്യോഗിക സംവിധാനത്തിൽ നിങ്ങളുടെ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ തയ്യാറാക്കണം. അതിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം, ജോലി പരിചയം, ഭാഷാ പരീക്ഷയുടെ ഫലം, പ്രായം, കുടുംബ വിവരങ്ങൾ തുടങ്ങിയവ നൽകണം. യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ എക്സ്പ്രസ് എൻട്രി പൂളിലേക്ക് പോകും. അവിടെ നിങ്ങളുടെ CRS സ്കോർ അടിസ്ഥാനമാക്കി റാങ്കിംഗ് ലഭിക്കും. IRCC നടത്തുന്ന ഡ്രോയിൽ നിങ്ങളുടെ സ്കോർ കട്ട് ഓഫിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ITA ലഭിക്കും. ITA ലഭിച്ചാൽ അതിന് നൽകിയിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ മുഴുവൻ PR ആപ്ലിക്കേഷനും സമർപ്പിക്കണം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം PR ഉറപ്പില്ല. ITA ലഭിച്ചതിന് ശേഷം മാത്രമാണ് PR ആപ്ലിക്കേഷൻ ഘട്ടത്തിലേക്ക് പോകുന്നത്. അഞ്ചാമത്തെ ചോദ്യം, എക്സ്പ്രസ് എൻട്രി വഴി PR-ന് അപേക്ഷിക്കാൻ എത്ര പണം വേണം? ഇവിടെയാണ് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സൃഷ്ടിക്കാൻ പ്രത്യേക ഗവൺമെന്റ് ആപ്ലിക്കേഷൻ ഫീ ഇല്ല. എന്നാൽ ITA ലഭിച്ച് PR ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ പ്രോസസിംഗ് ഫീ, റൈറ്റ് ഓഫ് പെർമനന്റ് റെസിഡൻസ് ഫീ തുടങ്ങിയ സർക്കാർ ഫീസുകൾ ബാധകമാകും. ഇതിനു പുറമെ ബയോമെട്രിക്സ്, മെഡിക്കൽ എക്സാമിനേഷൻ, പോലീസ് സർട്ടിഫിക്കറ്റ്, ലാംഗ്വേജ് ടെസ്റ്റ്, ECA തുടങ്ങിയവയ്ക്കും ചെലവ് വരാം. കുടുംബാംഗങ്ങളുടെ എണ്ണം അനുസരിച്ചും ചെലവ് മാറും. അതുകൊണ്ട് അപേക്ഷിക്കുന്ന സമയത്ത് IRCCയുടെ ഏറ്റവും പുതിയ ഫീ ടേബിൾ പരിശോധിച്ച ശേഷം മാത്രമേ കൃത്യമായ തുക കണക്കാക്കാവൂ. മറ്റൊരു പ്രധാന കാര്യം പ്രൂഫ് ഓഫ് ഫണ്ട് ആണ്. ഫെഡറൽ സ്കിൽഡ് വർക്ക് പ്രോഗ്രാം പോലെയുള്ള ചില പാത്വേ വഴി അപേക്ഷിക്കുന്നവർക്ക് ആവശ്യമായ സെറ്റിൽമെന്റ് ഫണ്ട് കാണിക്കേണ്ടി വരാം. എന്നാൽ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് പോലെയുള്ള ചില സാഹചര്യങ്ങളിൽ ഈ റിക്വയർമെന്റ് ബാധകമല്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രോഗ്രാമിനനുസരിച്ചാണ് പ്രൂഫ് ഓഫ് ഫണ്ട് ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്. ആറാമത്തെ ചോദ്യം, PR ആപ്ലിക്കേഷൻ സമർപ്പിച്ചാൽ
എത്ര സമയം കൊണ്ട് തീരുമാനം ലഭിക്കും എന്നതാണ്. എക്സ്പ്രസ് എൻട്രി ആപ്ലിക്കേഷന് IRCC സാധാരണയായി ഏകദേശം 6 മാസത്തെ പ്രോസസ്സിംഗ് സ്റ്റാൻഡേർഡ് ആണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത് എല്ലാവർക്കും കൃത്യമായി 6 മാസം എന്ന് അർത്ഥമില്ല. ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, സെക്യൂരിറ്റി ചെക്ക്, മെഡിക്കൽ എക്സാമിനേഷൻ, ഡോക്യുമെന്റ് ആപ്ലിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ അനുസരിച്ച് സമയം കൂടുകയോ കുറയുകയോ ചെയ്യാം. അതുകൊണ്ട് 6 മാസം കഴിഞ്ഞാൽ PR ഉറപ്പാണെന്ന രീതിയിൽ കണക്കാക്കരുത്. ഏഴാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചോദ്യം, CRS സ്കോർ കുറവാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതാണ് ഇപ്പോൾ പല മലയാളികളും നേരിടുന്ന പ്രധാന പ്രശ്നം. പക്ഷെ സ്കോർ കുറവാണെന്ന് കരുതി പ്രതീക്ഷ ഉപേക്ഷിക്കേണ്ടതില്ല. ആദ്യം നിങ്ങളുടെ ലാംഗ്വേജ് സ്കോർ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാം. IELTS അല്ലെങ്കിൽ CELPIPയിൽ മികച്ച സ്കോർ നേടുന്നത് CRS റാങ്കിംഗ് മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഫ്രഞ്ച് അറിയാവുന്നവർക്ക് ഫ്രഞ്ച് ലാംഗ്വേജ് കാറ്റഗറി വഴിയും അവസരങ്ങൾ ലഭിക്കാം. അതുപോലെ ഹെൽത്ത് കെയർ, STEM, ട്രേഡ്, ട്രാൻസ്പോർട്ടേഷൻ, അഗ്രികൾച്ചർ തുടങ്ങിയ വിഭാഗങ്ങളിലെ കാറ്റഗറി ബേസ്ഡ് സെലക്ഷൻ ഡ്രോകളിലും അവസരങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ ഒക്കുപേഷൻ ഏതെങ്കിലും കാറ്റഗറിയുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. മറ്റൊരു പ്രധാന വഴി പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം അഥവാ PNP ആണ്. ഒരു പ്രൊവിൻസ് നിങ്ങളെ നോമിനേറ്റ് ചെയ്താൽ എക്സ്പ്രസ് എൻട്രി റാങ്കിങ്ങിൽ വലിയ അധിക നേട്ടം ലഭിക്കും. അതിനാൽ CRS കുറവാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ മെച്ചപ്പെടുത്താൻ ലാംഗ്വേജ്, എഡ്യൂക്കേഷൻ, കനേഡിയൻ വർക്ക് എക്സ്പീരിയൻസ്, പ്രൊവിൻഷ്യൽ നോമിനേഷൻ തുടങ്ങിയ വഴികൾ പരിശോധിക്കാം. ഒരു പ്രധാന കാര്യം പ്രത്യേകം ഓർക്കണം. കുറഞ്ഞ CRSൽ PR ഉറപ്പ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കരുത്. എക്സ്പ്രസ് എൻട്രി കട്ട് ഓഫ് ഓരോ ഡ്രോയിലും മാറാം. കാറ്റഗറി ബേസ്ഡ് ഡ്രോയിന്റെ എബിലിറ്റിയും പ്രൊവിൻസുകളുടെ നോമിനേഷൻ റൂൾസും സമയാസമയം മാറിയേക്കാം. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന പഴയ CRS കട്ട് ഓഫ് നോക്കി തീരുമാനമെടുക്കാതെ IRCCയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ പരിശോധിക്കണം. എക്സ്പ്രസ് എൻട്രി കാനഡ PR നേടാനുള്ള ഒരു പ്രധാന വഴിയാണ്. പക്ഷേ പ്രൊഫൈൽ ഉണ്ടായാൽ മാത്രം PR ലഭിക്കില്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, ലാംഗ്വേജ് സ്കോർ, ഏജ്, കനേഡിയൻ എക്സ്പീരിയൻസ്, കാറ്റഗറി എലിജിബിലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ ശരിയായി വിലയിരുത്തണം. ജോബ് ഓഫർ ഇല്ലെങ്കിലും പല എക്സ്പ്രസ് എൻട്രി പാത്വേയിലും അപേക്ഷിക്കാം. വ്യാജ LMIA വാങ്ങേണ്ട ആവശ്യമില്ല. CRS കുറവാണെങ്കിൽ ലാംഗ്വേജ് സ്കോർ മെച്ചപ്പെടുത്തുക, ഫ്രഞ്ച് പഠിക്കുക, കാറ്റഗറി ബേസ്ഡ് ഓപ്പർച്യൂണിറ്റി പരിശോധിക്കുക, PNP ഓപ്ഷൻസ് നോക്കുക. കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്ലാനിങ്ങുകൾ കൃത്യമായിരിക്കണം. നിങ്ങളുടെ പ്രൊഫൈലിന് ഏത് എക്സ്പ്രസ് എൻട്രി പാത്വേ ആണ് അനുയോജ്യമെന്ന് മനസ്സിലാക്കി ആവശ്യമായ ഡോക്യുമെന്റുകൾ നേരത്തെ തയ്യാറാക്കി വെക്കുക. കാനഡയിലെ PR, എക്സ്പ്രസ് എൻട്രി, PNP, PGWP, വർക്ക് പെർമിറ്റ് തുടങ്ങിയ വിഷയങ്ങളിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ കൃത്യമായി അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.